ഹലോ, ഇന്ന് നമുക്കൊരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തെടുത്താലോ? ഹെക്കോബോ മെറ്റീരിയൽ വെച്ചിട്ട് 2 ലെയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു കുട്ടി ഫ്രോക്കാണ് ഇത്. അപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ യോക്ക് പോർഷനിലായിട്ട് ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 2-3 ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ലീഫും വരുന്ന ഒരു സിമ്പിൾ ഫ്ലോറൽ ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ പാറ്റേൺ വരച്ചു കൊടുക്കുക. ഹീറ്റ് എറേസബിൾ പെൻ വെച്ചിട്ട് ഞാനിവിടെ ജസ്റ്റ് മാർക്കിംഗ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹക്കോബ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാർബൺ പേപ്പറൊക്കെ വെച്ച് പാറ്റേൺ ട്രേസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സിമ്പിൾ ഫ്ലോറൽ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പാറ്റേൺ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്താൽ മതി. 3 ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ലീഫും വരുന്ന രീതിയിൽ ഒരു ചെറിയൊരു പാറ്റേൺ ആണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ആ ഒരു റൗണ്ട് വരുന്ന ഭാഗത്താണ് നമ്മൾ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ബ്രസീലിയൻ ഫ്ലവറാണ് ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് 2 ബുള്ളൻ നോട്ട് ഇട്ട് കൊടുക്കണം. അതിന് താഴെയായിട്ട് ഓരോ പെറ്റൽസായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു ലീഫും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റായിട്ട് ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന കുറച്ച് ബീഡ്സും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഡ്രസ്സിനോട് മാച്ചാവുന്ന രീതിയിലുള്ള കളർ കോംബോ ത്രെഡ് വെച്ചിട്ട് വേണം നമ്മൾ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓഫ് വൈറ്റ് ആണല്ലോ ഫ്രോക്ക്, അതുകൊണ്ട് തന്നെ ഏതൊരു കളറും മാച്ച് ചെയ്ത് പോകുന്നുള്ള രീതിയിലാണ് ഈ ഒരു കളർ കോംബോ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോൾ എന്തോ ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി ഇതിലെന്തെങ്കിലും ഒരു പോരായ്മ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫ്രോക്കും അതിൽ ചെയ്ത വർക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.